നിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം നിഷേധിച്ച് കോടതി. ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസം റിമാൻഡ് ചെയ്തു. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2ന്റേതാണ് നടപടി. വാളയാർ കേസിൽ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്ത് CBI കുറ്റപത്രം. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. പോക്സോ IPC നിയമങ്ങൾ അനുസരിച്ചാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. എറണാകുളം CBI കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വാളയാറിൽ 13ഉം 9ഉം വയസ്സുള്ള സഹോദരങ്ങളായ ദളിത് പെൺകുട്ടികളെയാണ് 2017 ജനുവരിയിലും മാർച്ചിലും അവിശ്വസനീയമായ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA പ്രതി ചേർത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. കേസിൽ 1-ാം പ്രതിയാണ് MLA. IC ബാലകൃഷ്ണനൊപ്പം ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി ഹണി റോസ്. താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രാഹുൽ ഈശ്വറിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരിയാവാതിരുന്നത് നന്നായി എന്നും പൂജാരിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ എന്നും ഹണി റോസ് പരിഹസിച്ചു. സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ എന്നും ഹണി കൂട്ടിച്ചേർത്തു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള വസ്ത്രധാരണത്തിലെ വിമർശനങ്ങളെ കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് രാഹുൽ ഈശ്വറും പ്രതികരണവുമായി എത്തി. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി സന്നിധാനം. ചാലയ്ക്കൽ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അധിക പാർക്കിംഗ് സൗകര്യം ഒരുക്കുമെന്ന് ശബരിമല ADM അരുൺ S നായർ അറിയിച്ചു. എരുമേലി കാനനപാതയിൽ 11 മുതൽ 14 വരെ അമ്പലപ്പുഴ, ആലങ്ങാട് സംഘങ്ങൾക്ക് മാത്രമാവും പ്രവേശനം അനുവദിക്കുക. ഇന്നു മുതൽ തത്സമയ ബുക്കിംഗ് കൗണ്ടറുകൾ നിലയ്ക്കലിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. മകരവിളക്ക് ക്രമീകരണങ്ങൾ നാളെ പൂർത്തിയാകും. ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ മികച്ച പുരോഗതി. MLA നടന്നു തുടങ്ങിയതായും ഇന്ന് റൂമിലേക്ക് മാറ്റുമെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. അപകടത്തിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ MLAക്ക് അത് ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം സന്ദർശകരെ അനുവദിച്ചു തുടങ്ങുമെന്നും മെഡിക്കൽ സംഘം പറഞ്ഞു. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം കൊലപാതകമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിരപരാധികളായവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി G സുധാകരൻ. ബോബി ചെമ്മണ്ണൂർ പരനാറിയാണെന്നും അയാൾക്ക് ഒരു സംസ്കാരമേ ഉള്ളൂ, അത് ലൈംഗിക സംസ്കാരമാണെന്നും സുധാകരൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കായംകുളം MSM കോളേജിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെതിരെ വീണ്ടും റിപ്പോർട്ട് തേടി കൊളീജിയം വിളിച്ചുവരുത്തി ശാസിച്ചു. 1 മാസം തികയുന്നതിന് മുന്നെയാണ് ജഡ്ജിക്കെതിരെ വീണ്ടും റിപ്പോർട്ട് തേടിയത്. വിദ്വേഷ പ്രസംഗത്തിൽ ഇതുവരെ ഖേദം പ്രകടിപ്പിക്കാത്തതിനാലാണ് റിപ്പോർട്ട് തേടിയതെന്നാണ് സൂചന. 2 ദിവസമായി തുടരുന്ന ലോസ് ഏഞ്ചലസ് കാട്ടുതീ നിയന്ത്രിക്കാനാവാതെ കുഴഞ്ഞു US ഭരണകൂടം. ഇതുവരെ 1 ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. 5 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1500ഓളം വീടുകൾ കത്തി നശിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.